വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായിരുന്നു പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തിൽ അത് പകർത്തി നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനും വേണ്ട അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയണം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മുള്ളുകളും മുൾച്ചെടികളും കർത്താവേ നീ തന്നെ ഈ നിമിഷം പിഴുതു മാറ്റണം. കല്ലുപോലുള്ള എല്ലാ ഹൃദയങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം അയച്ച് നീ വെടിപ്പുള്ളതാക്കി മാംസമുള്ള ഹൃദയമാക്കി മാറ്റണം. 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലമാക്കി അവയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിരൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുടനാമത്തിൽ ഈ ശുശ്രൂഷയെ പൂർണ്ണമായും ഫലമേൽപ്പിച്ചു വിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലും നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അമ്മേ, നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങളെ സഹായിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരൻ, നാം ഇന്ന് ധ്യാന വിഷയമാക്കും യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. വചനം ഇപ്രകാരം: എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുക, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുവാനും സംസാരിക്കുവാനും
കോപിക്കുവാനും മനുഷ്യനിൽ സ്വാഭാവികമായിട്ടുള്ള പ്രവണതയുള്ളത്. അതെങ്ങനെയായിരിക്കണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവർ. ഒന്നാമത്തെ കാര്യം അതാണ്. കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരാണ്. കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ സന്നദ്ധനാണ്. എൻ്റെയും നിങ്ങളുടെയും വേദനകളും സങ്കടങ്ങളും മാത്രമല്ല, നമ്മുടെ നന്ദിയും സ്തുതിയും ആരാധനയും സ്വർഗീയ സംഗീതത്തോടൊപ്പം സ്വീകരിക്കാൻ അവൻ കാത്തിരിക്കുകയാണ്, ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുമ്പോൾ ആ സ്തുതിഗീതങ്ങൾ മുഴുവൻ കേൾക്കുവാൻ സന്നദ്ധനായിരിക്കുകയാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിൻ്റെ മനോഭാവം, കേൾക്കുന്നതിൽ സന്നദ്ധത ഉണ്ടാകണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി ഈ ഒരു അഭിഷേകം ലഭിച്ച മനുഷ്യനായിരുന്നു. രാവിലെ മുതൽ രാത്രി വൈകുവോളം എത്ര മണിക്കൂർ വേണമെങ്കിലും കുമ്പസാരക്കൂട്ടിലിരുന്ന് തൻ്റെ അടുക്കലേക്ക് വരുന്ന മക്കളുടെ വേദനകളും പാപങ്ങളും കേൾക്കുവാൻ സന്നദ്ധനായ ഒരു പുരോഹിതനായിരുന്നു. ആർസ് എന്ന് പറയുന്ന തിന്മ നിറഞ്ഞ നഗരത്തെ നന്മയുടെ വിളനിലമാക്കി മാറ്റുവാൻ, ഒരു വിശുദ്ധ നഗരമാക്കി മാറ്റുവാൻ ആ വിശുദ്ധന് കഴിഞ്ഞത് ഈ വചനത്തിൻ്റെ അഭിഷേകം അദ്ദേഹത്തിൽ നിറഞ്ഞതുകൊണ്ടാണ്. കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവനാണ്. 70 വയസ്സിലധികം പ്രായമുള്ള ഒരു വല്യച്ഛനെ എനിക്ക് പരിചയം. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത സ്ഥാനത്ത് നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു വൈദികനാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആരെപ്പോൾ എന്ത് സങ്കടവുമായിട്ട് ചെന്നാലും ഒരു മടിയും കൂടാതെ മണിക്കൂറുകൾ ഇരുന്ന് കേൾക്കാൻ, മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിലിരിക്കാൻ, മണിക്കൂറുകൾ മറ്റുള്ളവരെ കേൾക്കുവാൻ വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിനുള്ള വലിയ കൃപ, ഒരു കൃപയാണ്. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഒരു കുടുംബ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു കൃപയാണ്. ഭർത്താവ് പറയുന്നത് കേൾക്കാനുള്ളൊരു സന്നദ്ധത, ഭാര്യയെ കേൾക്കാനുള്ളൊരു സന്നദ്ധത, മാതാപിതാക്കളുടെ വേദനകൾ അറിയാൻ അത് കേൾക്കാനുള്ളൊരു സന്നദ്ധത, മക്കളെ കേൾക്കാനുള്ളൊരു സന്നദ്ധത. തിരക്കാണ്, ബിസി ബീങ് അണ്ടർ സൈറ്റാൻസ് യോക്ക്. എല്ലാവരും തിരക്കാണ്. ടി വി, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ജീവനില്ലാത്തതിൻ്റെ മുമ്പിൽ അതിനെ കേൾക്കാൻ, അതിൻ്റെ മുമ്പിൽ ചെവി കൊടുക്കാൻ നമുക്ക് സമയമുണ്ടെന്നാൽ നമ്മുടെ കുടുംബത്തിലുള്ള സ്വന്തം ജീവിത പങ്കാളിയുടെ, കുഞ്ഞുങ്ങളുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ സ്വരത്തിന് കാതോർക്കാനുള്ള സന്നദ്ധതയില്ലായ്മ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ യാക്കോബ് ശ്ലീഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന കുറിച്ചു വെച്ചത്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അഭിഷേകമാക്കി തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കേൾക്കുന്നതിൽ സന്നദ്ധത നൽകണമേ. മടുപ്പ് കൂടാതെ മറ്റുള്ളവരെ കേൾക്കുവാൻ ഉള്ളൊരു അഭിഷേകം തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. രണ്ടാമതായി വചനം ഓർമ്മപ്പെടുത്തുന്നത്, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാതിരിക്കും. നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു അധ്യായം മുഴുവൻ യാക്കോബ് ശ്ലീഹ പ്രതിപാദിക്കുന്നു. എന്തെല്ലാം നന്മകളുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ്റെ നന്മകൾ നഷ്ടമാവുകയാണ് എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്.
തിടുക്കം കൂട്ടാതിരിക്കുക, ശാന്തത. ഒരു പ്രാവശ്യം പറയുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കുക. ഇതൊരു അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ, ഇതൊരു കൃപയാണ്. വെട്ടെന്ന് മുറി 2 എന്ന മട്ടിൽ പറഞ്ഞു തീർക്കാൻ വ്യഗ്രതപ്പെടാതെ, നമുക്കറിയാം പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആലോചനയോടെ അളന്നു തൂക്കി പക്വതയോടെ സംസാരിക്കാൻ, പെട്ടെന്നുണ്ടാകുന്ന വികാര തള്ളലിൽ എനിക്കങ്ങ് നിയന്ത്രിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് പിന്നീട് പരിതപിച്ചിരിക്കേണ്ട ഒരവസ്ഥ വരാതെ സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാതിരിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായി വരുന്നത് ഈ ആലോചനയില്ലാതെ സംസാരിക്കുമ്പോഴാണ്. ഒരു ഉസ്ലിയ പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്ന വാക്കുകൾ നിങ്ങളിലൂടെ, നിങ്ങളുടെ അധരങ്ങളിലൂടെ പുറത്തു വരട്ടെ. നന്മയുടെ ഒരഭിഷേകം അവിടെ ഉണ്ടാവട്ടെ. പരദൂഷണത്തിൻ്റെ, കുറ്റം വിധിക്കലിൻ്റെ, മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിക്കുന്നതിൻ്റെ, മറ്റുള്ളവരെ നിന്ദിക്കുന്നതിൻ്റെ, പരിഹസിക്കുന്നതിൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചിട്ട് മറ്റുള്ളവരെ ആത്മീയമായി ഉന്നതിയിലേക്ക്, അവരുടെ ജീവിതത്തെ മഹത്വമണിയിക്കും വിധമുള്ള അഭിഷേകത്തിൻ്റെ സ്വരം, വാക്കുകൾ പുറത്തു വരുവാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പലപ്പോഴും ചില ആളുകൾ മിതഭാഷികളായിരിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവരധികം സംസാരിക്കില്ല. പക്ഷേ അധികം സംസാരിക്കാത്തവർ അത്രയും കുറച്ചേ പാപം ചെയ്യും. പാപത്തിലേക്ക്, പ്രലോഭനങ്ങളിലേക്ക് എളുപ്പത്തിൽ വഴുതി വീഴാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നാവിൻ്റെ ഉപയോഗം. അതുകൊണ്ട് തിടുക്കമില്ലാതെ ആലോചന, എന്നോടത്തോട് സംസാരിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. തിടുക്കം കൂട്ടാതെ പക്വതയോടെ ആലോചനയോടെ സംസാരിക്കുവാൻ കഴിയണം എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പെട്ടെന്നുള്ള നിയന്ത്രണമില്ലാതെയുള്ള സംസാരത്തിലൂടെ വേദനിക്കുന്ന എത്രയെത്ര ആളുകൾ. പരിശുദ്ധ അമ്മ വളരെ അളന്നു തൂക്കി മാത്രമേ ബൈബിളിൽ സംസാരിക്കുന്നുള്ളൂ. അവൾ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് വചനം എഴുതി വെക്കുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ എടുത്തുചാട്ടം, തിടുക്കത്തിലുള്ള സംസാരമാണ്. അതവന് ഒത്തിരി ദോഷം ചെയ്തിട്ടുണ്ട്. ഞാൻ വാളെടുക്കട്ടെ, വെട്ടട്ടെ എന്ന് ചോദിക്കലും കർത്താവ് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് വാളെടുത്ത് വെട്ടുകഴിഞ്ഞു ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച്. എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയല എന്ന് വീരവാദം പറഞ്ഞവനാ പത്രോസ്. പക്ഷേ 3 പ്രാവശ്യം തള്ളിപ്പറയേണ്ടി വന്നു. വാക്കുകൾ വലിയ ആയുധങ്ങളാണ്. നാവൊരു ചെറിയ അവയവമാണ്, പക്ഷെ അത് തീയാണ് എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഒരല്പ തീ മതി ഒരു കാട് മുഴുവനും കത്തിച്ചു കളയാൻ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ശ്രവിക്കുന്ന നമുക്ക് ഈ നിമിഷം നമ്മുടെ അധരങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന പോലെ, കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ, എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം.
മൂന്നാമതായി, കോപിക്കുന്നതിൽ മന്ദഗതിക്കാരാകും. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള 3 വികാരങ്ങൾ: 1 സന്തോഷം, 2 ദുഃഖം, 3 കോപം. എല്ലാ മനുഷ്യർക്കും ഈ 3 വികാരങ്ങൾ ഉണ്ട്. ഈ 3 വികാരങ്ങളുടെ വ്യത്യസ്തമായ പ്രകടനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാറുമുണ്ട്. അപ്പോൾ ഇവിടെ സന്തോഷത്തെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ എന്നതിനേക്കാൾ കോപത്തെക്കുറിച്ചാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കോപിക്കുന്നതിൽ മന്ദഗതിക്കാരാവുക, അത് സ്ലോ ആവുക. കോപം ഉണ്ടാവും, ആ വികാരത്തെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെയോ അതിനെ മന്ദഗതിയിലാക്കുക. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോപിച്ചു, പക്ഷേ കോപം സൂര്യൻ അസ്തമിക്കുന്നതിനപ്പുറത്തേക്ക് പോകരുത്, അതിനു മുമ്പ് രമ്യതപ്പെടണം. അപ്പോൾ ഈ കോപത്തിലുള്ള മന്ദഗതി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. കോപത്തിന് കാരണമാകുന്ന സാഹചര്യത്തെക്കുറിച്ച് അല്പം ഒന്ന് ധ്യാനിക്കാൻ, ആരോടാണോ കോപിക്കാനിട വരുന്നത് ആ വ്യക്തിയുടെ സാഹചര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, അവനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ഒരു സമയം കൊടുക്കുക. അതാണ് മന്ദഗതി. സ്ലോ ആവുക, സ്ലോ കോച്ചാവുക. അപകടങ്ങൾ ഉണ്ടാകുന്ന എപ്പോഴും സ്പീഡ് കൂടുമ്പോഴാണ്. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നെഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കോപിച്ച് പറഞ്ഞാൽ നമുക്ക് അന്നേരം ഒരു ത്രില്ലാണത്, പക്ഷേ അത് കിൽസ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരെ, അവരുടെ വ്യക്തിത്വത്തെ കൊല്ലുന്നതിന് തുല്യമാണ്. കൊല്ലരുത് എന്ന 5-ാം പ്രമാണം ഈ കോപത്തിലൂടെ മറ്റുള്ളവരെ കൊല്ലുന്ന ഒരു പാപത്തെ കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മന്ദഗതിയിലായിരിക്കണം, സ്ലോയിലായിരിക്കണം. കോപത്തെ നിയന്ത്രിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ 3 കാര്യങ്ങൾ സംസാരിക്കാൻ, കേൾക്കാൻ, കോപിക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ. സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും, കേൾക്കാൻ സന്നദ്ധതയുള്ളവരും, കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമാകണമെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്. എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണം. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ ഉതകുന്നതുമായ വചനം. അപ്പോൾ വചനം നിറയണം. വചനം നിറഞ്ഞാൽ മാത്രമേ ഈ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനെങ്ങനെയാണ് നിറയുന്നത്? ഹൃദയത്തിലും അതരത്തിലും വചനം നിറയണമെങ്കിൽ വചനം വായിക്കണം. ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ ആ വചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിപ്പിക്കണം. എൻ്റെ ഹൃദയത്തിൽ ആ വചനം വിളഞ്ഞു നിൽക്കണം. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനം. പാകിയിരുന്നാൽ ഒന്നും ആകില്ല. നമ്മൾ ചെടികളൊക്കെ പാകി മുളപ്പിക്കും, അതിനുശേഷം അതിനെ കുഴിയെടുത്ത് നട്ട് വളർത്തിയെടുക്കും. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ദൈവവചനത്തെ നട്ടു വളർത്തിയെടുക്കാൻ, ആ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ ഒരു ശാന്തതയുടെ അഭിഷേകം, കേൾക്കുവാൻ സന്നദ്ധതയുള്ളൊരു അഭിഷേകം, സംസാരത്തെ നിയന്ത്രിക്കുവാനുള്ള അഭിഷേകം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ 3 മേഖലകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകളുണ്ട്. പരിപൂർണതയുടെ മാർഗത്തിലൂടെ പ്രയാണം നടത്തുന്നവരാണ് നമ്മൾ.
സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണനാകാൻ ഈശോ പറയുമ്പോൾ ഈ വചനത്തിൻ്റെ ചുവട് പിടിച്ച് ഈ അപൂർണത, നമ്മുടെ കേൾവിയിലുള്ള അപൂർണത, നമ്മുടെ സംസാരത്തിലുള്ള അപൂർണത, നമ്മുടെ കോപ സ്വഭാവത്തിലുള്ള അപൂർണത നീക്കിക്കളയുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കേൾക്കുവാൻ സന്നദ്ധതയുള്ളവനായ ദൈവം, നമ്മളോട് സംസാരിക്കാൻ തിടുക്കം കാട്ടാത്ത ദൈവം, ശാന്തമായി നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നോ അത്രത്തോളം കാത്തിരിക്കാൻ തയ്യാറുള്ളവനാണ് ദൈവം. കോപിക്കാൻ അറിയാത്തൊരു ദൈവം, കോപത്തിൽ മന്ദസ്വഭാവക്കാരനായ ദൈവം നമ്മെ വിളിക്കുകയാണ് തൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയുക. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഈ മേഖലകളിൽ നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും, എല്ലാ ബലഹീനതകളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവിലേക്ക് ഉയർത്തിക്കൊടുത്തുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ഈ ബലഹീനതയുടെ മേൽ വിജയം നേടാൻ എനിക്ക് കഴിയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മളായിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവുകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, കാതുകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, വികാരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ നാവിനെ കഴുകണമേ, ഞങ്ങളുടെ കാതുകളെ കഴുകണമേ, ഞങ്ങളുടെ വികാരങ്ങളെ കഴുകണമേ. കർത്താവെ, കേൾക്കുവാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് തരണമേ. സംസാരത്തിൽ തിടുക്കം കൂട്ടാതെ കർത്താവെ വാക്കുകളെ നിയന്ത്രിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഈശോയെ നീ ഞങ്ങൾക്ക് തരണമേ. കോപ സ്വഭാവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോപത്തിൽ മന്ദഗതിക്കാരാകുവാൻ, കർത്താവെ കോപത്തിൽ സൂര്യനസ്തമിക്കാൻ വരാതിരിക്കുവാൻ, കോപം വളർന്ന് വിദ്വേഷമായി വെറുപ്പായിട്ടൊക്കെ മാറാതിരിക്കുവാൻ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളിലേക്ക് അയക്കണമേ. കഴിഞ്ഞ കാല ജീവിതത്തിൽ ഈ മേഖലകളിൽ ഞങ്ങൾക്ക് വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളെയും യേശുവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ ഈ നിമിഷം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയിൽ നിന്നും വിടുതൽ നൽകി വിശുദ്ധിയുടെ ഒരു വലിയ അഭിഷേകം, കൃപയുടെ ഒരു വലിയ അഭിഷേകം ഇപ്പോൾ യേശുവേ നീ ഞങ്ങളിലേക്ക് അയക്കണമേ. എല്ലാ തിന്മകളുടെ മേലും അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ അവയവങ്ങളിലേക്കും സന്ധിബന്ധങ്ങളിലേക്കും ഞങ്ങളുടെ ബോധ മനസ്സിലേക്കും അബോധ മനസ്സിലേക്കും ബോധ മനസ്സിലേക്കും ആത്മാവിലേക്കും എല്ലാം ഈശോയുടെ രക്തം ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി